ഫ്രണ്ട്സ് ലൈക്ക് വേൾഡിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വയനാട്ടിലേക്ക് ഒരു മിനി ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും വെയിലാണ്. ഞങ്ങൾ നട്ടുച്ച 2 മണിക്കാണ് പോണത്. അമ്മയ്ക്ക് മൊത്തത്തിൽ സെറ്റാണ്. ഞങ്ങളെല്ലാവരും മൂടി പുതച്ചാണ് പോണത്. അത്രയും വെയിലുകൊണ്ട് കരിവാളിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വയനാടിൻ്റെ അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അധികം ഇങ്ങോട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും എന്താ പറയുക, വണ്ടിമേലും കൂടി പോകണതുകൊണ്ട് തന്നെ നല്ലോണം സൂര്യൻ്റെ ഇതിങ്ങനെ നമ്മൾ കണ്ണിക്ക് അടിക്കുക. പിന്നെ ഞങ്ങൾ ചുരം ഏകദേശം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊന്നാമത്തതോ രണ്ടാമത്തെ ചുരമാണത്. അങ്ങനെ ഞങ്ങളതിങ്ങനെ കയറിയോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. തണുപ്പിൻ്റെ ആ ഒരു ഇതെടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ആ ടൈമിൽ തൊപ്പി കൊണ്ട് വരും. അപ്പോൾ വല്ലാത്തൊരു സുഖം. പിന്നെ ഞങ്ങൾ നല്ല ചൂടാണ് അറിയില്ല. അപ്പം തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ സോഡ സർബത്തായിരുന്നു കേട്ടോ കുടിച്ചത്. അപ്പം ഞാൻ അമ്മയത് പിന്നെ കടമുട്ട ഒരു റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മസാലയിലൊക്കെ കൊണ്ട് ഇതാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു മിക്സർ പോലത്തെ ഒരു സംഭവം കേട്ടത്. പിന്നെ ഈ കുരങ്ങൻ്റെ മുഖം മാത്രം നല്ലൊരു റോസ് കളർ കിട്ടും. അപ്പോൾ അത് ഞാൻ വെറുതെ ഇതാക്കി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ സ്കൂട്ടി ആയതുകൊണ്ട് നമുക്ക് ഇടയിൽ കൂടെ ഒക്കെ തിരികെ പോരായിരിക്കുക. കാറാണെന്നുണ്ടെങ്കിൽ എത്ര നേരം നമ്മൾ നിൽക്കണം. അങ്ങനെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളായിരിക്കും രാത്രിയാണെന്ന്. രാത്രിയില്ല. അങ്ങനെ 9ാമത്തെ നമ്മുടെ ഇത് കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെ ഞങ്ങൾ രാത്രി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഈ ടൈമിലൊക്കെ പിന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് വയനാട് അവിടെയാണ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഈ ഒരു ഫ്ലവർ കാണാം. എന്താ ക്യൂട്ടാണോ എസ്തറ്റിക്കാണോ എന്തൊന്നും തോന്നണില്ല. അങ്ങനത്തെ ഒരു ഫ്ലവർ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മീൻകുളം ഉണ്ടായിരുന്നു. ഇത് കോളിഫ്ലവറാണ് കേട്ടോ. ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മളവിടെ ഉണ്ടാവുന്നതായിട്ടും കൂടുതൽ വയനാട്ടിൽ ഒരു തണുപ്പും ചൂടൊക്കെ കൂടി ആയതുകൊണ്ട് അവിടെ നല്ലോണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സ് അവിടെ നമ്മുടെ വരാന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ അടിപൊളിയാണ് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ. പിന്നെ ഈ സംഭവം എന്തായാലും ഇത് നമ്മളെ ഏലക്കായാണ് കേട്ടോ. ഏലക്കായ ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഒരു പച്ചയാണിത്. അതിങ്ങനെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് നെക്കിയാൽ തന്നെ അതിൻ്റെ മണം നല്ലോണം വരും. അപ്പോൾ ഞാനൊന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉണങ്ങി കഴിഞ്ഞാലാണ് നമ്മളെ ഏലക്കായ ആവുക. ഇതിപ്പോൾ ഒരു പച്ച കളറാണ് കേട്ടുള്ളത്. ഓല് ഉണങ്ങിയതൊക്കെ ഓൾറെഡി ഓല് പറിച്ചു പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഏലക്കായൻ്റെ പോലത്തെ സംഭവമൊക്കെ തന്നെയാണ്. ഇത് കോളിഫ്ലവറാണ് കേട്ടോ. ഇത് സംഭവം കണ്ടോ, ഫുള്ള് പേരക്കയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവില്ല, പച്ചക്കാണ് മധുരം. അങ്ങനെയാണ് ഇവിടുത്തെ പേരക്ക. അങ്ങനെ പേരക്ക എടുത്ത് കടിക്കാൻ തന്നപ്പോൾ വളരെ ഉറുമ്പ്, പിന്നെയും കടിക്കാൻ തന്നപ്പോൾ പിന്നെ അതിൽ ഉറുമ്പ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ അത്രയ്ക്കില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ പേരക്കയായിരുന്നു. അപ്പം ഇത് എന്താ വെച്ചാൽ ഇത് ഞാൻ വീഡിയോ ഇവിടെ എടുത്ത് വെച്ചത് ഞാൻ കണ്ടില്ല ഗൈസ്. ഇതെങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പേരക്കയാണ് കേട്ടോ. ഇത് പുളിപ്പേരക്കയാണ് സംഭവം. ഇത് നല്ല പുളിയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് പഴുത്ത ഒരു കളറാണ് അത്. അപ്പോൾ അത്ര ഇല്ല. പിന്നെ പുളി മറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചു. ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ഇതിൻ്റെ പച്ചക്കാണ് പെരും പുളി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെ കറക്റ്റ് ആ ഒരു പേരക്കൻ്റെ മധുരമൊക്കെയാണ്. ഇതിൻ്റെ പച്ചയാണിത്. ഇതിനാണ് പുളി പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയതാണ്. എൻ്റെ അമ്മ പൊളിച്ചിട്ട് എനിക്ക് ഇതാണ് ഇതിൻ്റെ പച്ച. കണ്ടാൽ നമ്മൾ പച്ച പേരക്കയാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതിന് വളരെ പുളിയാണ് കേട്ടോ. ഇതൊരു തോട്ടിക്കിട്ട് പറിച്ച് തന്നതാണ് ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങോട്ട് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലൊക്കെ ഉണ്ട് പേരക്കൻ്റെ അതേ ഇതൊക്കെയാണ്, പക്ഷെ ഇത് പെരും പുളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ പോകുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർക്കിൽ നിർത്തണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ പാർക്കിൽ നിർത്തി. പിന്നെ ഞങ്ങളിതാ ഒരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സംഭവം കാണാം, ഒരു പെണ്ണടിക്കണേ. ഇനി ബാക്കി സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കിട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ പാർക്കിങ്ങിൽ കയറിയപ്പോൾ ഫുള്ള് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഈ മിനി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം അവിടെ നിർത്തും, രാത്രി വന്നപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നിർത്തി. ഞാൻ കിറ്റ്കാറ്റിൻ്റെ ഇതൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ വീടിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് കുറച്ച് സ്പീഡ് കിട്ടിയതാണ്. പിന്നെ ഈ ബോക്സിനുള്ളിൽ എന്താണെന്നുള്ള അൺബോക്സിങ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ബൈ.